നമസ്കാരം. ഞാൻ ഇന്നലെ നിലമ്പൂരിലെ സ്ഥാനാർത്ഥി PV അൻവറിന് ഇലക്ഷനിൽ മുൻതൂക്കം ലഭിക്കാൻ സാധ്യതയുണ്ട് എന്ന എൻ്റെ ഒരു വിലയിരുത്തൽ ഞാൻ കണ്ടെത്തിക്കൊണ്ടൊരു വീഡിയോ ചെയ്തിരുന്നു. കുറച്ച് പ്രേക്ഷകരെങ്കിലും അത് കണ്ടു കാണും. വ്യാപകമായ വിമർശനങ്ങൾ ഉണ്ടായെങ്കിലും നമ്മൾ രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിന്ന് സംസാരിക്കുമ്പോൾ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു വല്ലാത്ത മേഖലയാണ്. മുഖംമൂടികൾ നിറഞ്ഞു നിൽക്കുന്ന, മുഖംമൂടിയിട്ട് ജീവിക്കുന്നത്, ഇല്ലാത്ത സ്നേഹത്തോടുകൂടി ജനങ്ങളെ കെട്ടിപ്പിടിക്കുന്നത്, അതുകൊണ്ട് സമ്പാദിക്കുന്നവരും വളരെ ചുരുക്കം പേര് മാത്രമേ ഉള്ളൂ ഇതൊന്നുമില്ലാതെ ജനസേവകരായിട്ട് പ്രവർത്തിക്കുന്നത്. അന്നൊരു കാലഘട്ടമാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ എത്രയുണ്ട് എന്നുള്ളതെന്നറിയില്ല. നമ്മുടെ വാർത്തകളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നത് നമുക്കിവിടെ പറയാൻ പറ്റുന്ന വിഷയമല്ല. രാഷ്ട്രീയം എന്ന് പറയുന്നത് തൊഴിലാണ്, കാശുണ്ടാക്കുന്നതാണ്, സമ്പത്തുണ്ടാക്കി കോടീശ്വരന്മാരായി ജീവിക്കേണ്ടതാണെന്നുള്ള ധാരണയിൽ ജീവിക്കുന്നവരാണ്. അപ്പോൾ ഞാനീ പറഞ്ഞു വന്നത്, ഇന്നലെ അദ്ദേഹത്തെക്കുറിച്ച് PV അൻവറിൻ്റെ വിജയസാധ്യത തള്ളിക്കളയരുതെന്നും ഇലക്ഷന് അദ്ദേഹത്തിനെ മാറ്റി നിർത്തിയാൽ കോൺഗ്രസ് പ്രസ്ഥാനത്തിനുണ്ടാകുന്ന നാശം വളരെ വലുതാണെന്നും ഞാൻ പറഞ്ഞിരുന്നു. അതിന് ഒരുപാട് കമൻറ്റുകളൊക്കെ ഉണ്ടായി അതിന് എതിരായിട്ടൊക്കെ. അതൊന്നും ഒരാളുടെ പറയാനുള്ള വിലയിരുത്തി, ഇത്തരം രാഷ്ട്രീയ വിഷയങ്ങൾ വിലനിർത്തി പറയാനായിട്ടുള്ള ഒരവസരം എന്നുള്ള നിലയിൽ ഒരാൾക്ക് പറയാനുള്ള അവകാശമുണ്ടല്ലോ. ആ അവകാശം ഞാൻ ഈ ലക്ഷണശാസ്ത്രം നോക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ ഞാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. കാരണം PV അൻവർ, ഇപ്പോഴും ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, PV അൻവർ എന്ന് പറയുന്ന രാഷ്ട്രീയക്കാരൻ നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം ഒഴിവാക്കാൻ പറ്റുന്ന ഒറ്റാത്ത ഒരു ഘടകമാണ്. അദ്ദേഹത്തിനെ ഒഴിവാക്കിക്കൊണ്ട് ചിലപ്പോൾ അദ്ദേഹം ജയിക്കും എന്നുള്ളതിനേക്കാളൊക്കെ അപ്പുറം അദ്ദേഹം നേടുന്ന വോട്ട് ആരാണോ അദ്ദേഹത്തിൻ്റെ എതിരാളികളായിട്ട് നിൽക്കുന്നത് അവർക്കും, അല്ലെങ്കിൽ അദ്ദേഹത്തെ ചേർത്ത് നിർത്താൻ ശ്രമിച്ചിട്ട് അത് പറ്റാത്തവർക്കും വലിയൊരു ദുരന്തമായി മാറാനുള്ള സാധ്യതയുണ്ട്. രാഷ്ട്രീയത്തെക്കാൾ ഉപരി ഒരു സമുദായത്തെ ചേർത്ത് പിടിക്കുന്ന ചില വിഷയങ്ങളുണ്ടല്ലോ കേരളത്തിൽ. എല്ലാ രാഷ്ട്രീയത്തിലും മതങ്ങളുടെ ഒരു കലർപ്പ് ഭയങ്കരമായിട്ടുണ്ട്. അവരുടെ ഒരു കാൻഡിഡേറ്റാണ്, അവർക്ക് രാഷ്ട്രീയമൊന്നുമില്ല. അവരുടെ മതവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാരാണോ അതിന് നിൽക്കുന്നതെന്ന് മാത്രമേ അവർ ചിന്തിക്കാറുള്ളൂ. ഞങ്ങളുടെ ആൾക്കാർ അതെല്ലാ രാഷ്ട്രീയ പാർട്ടിയിലുമുണ്ട്. അത് അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കാൻഡിഡേറ്റിനെ നിർത്തുന്നത് പോലും എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഒരിക്കൽ ഞാനൊരു ഉദാഹരണം പറയാൻ, ഒരിക്കൽ രാജ്മോഹൻ ഉണ്ണിത്താൻ എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ ഒരു വക്താവ് എന്നെ കാണാൻ വന്നിരുന്നു. എനിക്ക് ചാലക്കുടിയിൽ ഇങ്ങനെ രാശിയില്ലാത്ത ഫലം പറയുന്ന ഒരു ഓഫീസുണ്ടായിരുന്നു. ഒരു ഉച്ച സമയത്താണ് അദ്ദേഹം ഒരു മോഹൻ ട്രോയ് എന്ന് പറഞ്ഞ മെഡിക്കൽ കോളേജിലെ ഡോക്ടറുമായിട്ട് എന്നെ കാണാൻ വന്നത്. യാദൃശ്ചികമായിട്ട് ബോർഡ് കണ്ടത് കയറിയതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നെറ്റിയിൽ എപ്പോഴും ഒരു കറുത്ത കുത്തുണ്ടാവും. അപ്പം ഞാൻ ചോദിച്ചു, ഇങ്ങനെ ചാത്തസേവ വല്ലതും ഉണ്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ പൊട്ട് മാറ്റുമ്പോൾ താങ്കൾക്കൊരു ഉയർച്ച ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അദ്ദേഹം അത് മാറ്റില്ല എന്ന് പറഞ്ഞു. അതെൻ്റെ ഭക്തിയുടെ വിഷയമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം നല്ല ശക്തനായ കോൺഗ്രസിൻ്റെ വക്താവും നല്ലവണ്ണം സംസാരിക്കുന്നതും നല്ലൊരു ഭർത്താവും അച്ഛനുമൊക്കെയാണ്. അതൊക്കെ ഞാൻ അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കി. അദ്ദേഹം താമസിക്കുന്ന ഇടത്തെക്കുറിച്ചൊക്കെ ഞാൻ സംസാരിക്കുകയൊക്കെ ചെയ്തു. എന്തായാലും അദ്ദേഹം MP ആയി നിൽക്കുന്ന, പല പ്രാവശ്യമായിട്ട് ജയിച്ചു വന്ന സ്ഥലത്ത് അദ്ദേഹം ജനപ്രിയനായിട്ടുള്ള ഒരു നേതാവായിട്ട് നിൽക്കുകയാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ പുറത്ത് ഈ കറുത്ത, അദ്ദേഹം വിശ്വസിച്ചിരുന്ന ഹൈന്ദവ പ്രസ്ഥാനത്തിലെ ഹൈന്ദവ സങ്കല്പങ്ങളിലുള്ള ദൈവികമായിട്ടുള്ള അനുഗ്രഹമുള്ള സ്ഥലത്ത് തൊടുന്ന ഈ കറുത്ത പൊട്ടില്ല അദ്ദേഹത്തിൻ്റെ നെറ്റിയിൽ. ആ പൊട്ട് നിക്ഷിപ്തമാണ്, അദ്ദേഹത്തിൻ്റെ വോട്ടിനെ ബാധിക്കും. അതുകൊണ്ട് അദ്ദേഹം അത് ഉപയോഗിക്കുന്നില്ല. ഇതാണ് രാഷ്ട്രീയം എന്ന് വെച്ചാൽ അദ്ദേഹം ഒരു മോശപ്പെട്ട മനുഷ്യനല്ല. അദ്ദേഹം നല്ല ജനസേവകൻ തന്നെയാണ്. പക്ഷേ അത് മതം കടന്നു കയറി രാഷ്ട്രീയത്തിനകത്ത് എല്ലാം അങ്ങനെ മറ്റൊരു തരത്തിലായി. നമ്മുടെ ഇന്ത്യയുടെ ഗതിവിഗതികളെ തന്നെ മാറ്റുന്ന തരത്തിലുള്ള ഒരു ശക്തിയായിട്ട് അത് മാറി. ഇത് പറയാനുള്ളതിൻ്റെ ഒരു കാരണം, ഇവിടെ വ്യക്തികളല്ല, പ്രസ്ഥാനത്തിനേക്കാൾ ഉപരി അവൻ ഏതു മതത്തിൽപ്പെട്ടതാണ്, ആ മതത്തിൽപ്പെട്ട ആൾക്കാർക്ക് കിട്ടാവുന്ന ഒരു സംഘടിതമായിട്ടുള്ള ഒരു വോട്ടുണ്ട്. ആ സംഘടിതമായ വോട്ട് നിലമ്പൂരിൽ PV അൻവറിന് അനുകൂലമാണ്. ആര്യാടൻ ഷൗക്കത്തിനേക്കാൾ കൂടുതൽ അൻവറിന് അനുകൂലമായിട്ടാണ്. അദ്ദേഹം അവിടെ ജനസേവനം ചെയ്യുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ പാരമ്പര്യത്തെക്കുറിച്ച് ഞാൻ ഇന്നലെ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമായിട്ടുള്ള ചാഞ്ചാട്ടവും രാഷ്ട്രീയമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകളും അദ്ദേഹത്തിനുള്ള അതിനകത്തുള്ള നല്ലതും ചീത്തയും ഒക്കെ നമ്മൾ അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് പറയുന്നത്. കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് ഇടതുപക്ഷത്തെ ജയിക്കണമെന്നുണ്ടെങ്കിൽ അൻവറിനെ ഉപേക്ഷിക്കാതിരിക്കണം. ഇത്
ഞാൻ പറയുന്നത് എന്നെ ചീത്ത പറയാൻ വേണ്ടിയിട്ടല്ല, മോശം പറയാൻ വേണ്ടിയിട്ടല്ല. കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെ ഒരു നിലനിൽപ്പ് കേരള രാഷ്ട്രീയത്തിൽ ഒരു മതവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഞാൻ നേരത്തെ രാജ്മോഹൻ ഉണ്ണിത്താൻ അദ്ദേഹത്തിൻ്റെ കാര്യം പറഞ്ഞതുപോലെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് വേണ്ടി അല്ലെങ്കിൽ ഒരു മതത്തിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നു അടിയറ വയ്ക്കാവുന്ന തരത്തിൽ നിന്ന് അതിനെ മാറ്റിയെടുക്കാനാണോ ഈ വി ഡി സതീശൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവ് ശ്രമിച്ചതെന്ന് എനിക്കറിയില്ല. അങ്ങനെ ശ്രമിക്കാൻ കാലാകാലങ്ങളായി അങ്ങനെ ഒരു മതത്തിന് ന്യൂനപക്ഷമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു മതത്തിന് സാധ്യതയുള്ള ഏത് കോൺഗ്രസ് പ്രസ്ഥാനം വന്നാലും അവർ പറയുന്ന തരത്തിലുള്ള പോലീസ് ഓഫീസർമാരെയും അല്ലെങ്കിൽ അവരുടെ ഇംഗിതത്തിന് വഴങ്ങുന്ന ഉദ്യോഗസ്ഥന്മാരെയും അവർക്ക് പ്രിയപ്പെട്ട വകുപ്പുകളും കൊടുത്തില്ലെങ്കിൽ കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ നിലനിൽക്കാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥ വന്നപ്പോൾ ആ അവസ്ഥയിൽ നിന്ന് കോൺഗ്രസിനെ മാറ്റിയെടുത്തുകൊണ്ട് കോൺഗ്രസിൽ നിന്ന് അകന്നു പോകുന്ന ഇന്ന് കോൺഗ്രസിൻ്റെ ഒപ്പം നിന്ന ഈ ക്രിസ്ത്യൻ സമൂഹത്തെ ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുന്ന ഒരു സ്ഥിതിയാണോ വി ഡി സതീശൻ ചെയ്തത് എന്നറിയില്ല. എന്തായാലും വി ഡി സതീശൻ്റെ ഗ്രഹനിലകൾ പിഴയ്ക്കുന്നു എന്നുള്ളതാണ്. അദ്ദേഹം ഒറ്റപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട്. അദ്ദേഹത്തിൻ്റെ ധാർഷ്ട്യമായിട്ടുള്ള വാക്കുകളും ഇല്ലെങ്കിൽ സ്വയം തീരുമാനിച്ചുകൊണ്ട് മറ്റുള്ള നേതാക്കന്മാരെ എന്നാൽ ഇതെല്ലാം പാരമ്പര്യമായിട്ട് നിൽക്കുന്ന ഒരുപാട് എല്ലാവരും ഞങ്ങൾ ഒറ്റക്കെട്ടാണെന്ന് പറയുന്നു എന്നുണ്ടെങ്കിലും ആ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നതിനകത്ത് ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരാളാണ് വി ഡി സതീശൻ എന്ന് എനിക്ക് തോന്നുന്നത് കൊണ്ടും കോൺഗ്രസിൻ്റെ നിലനിൽപ്പ് പരുങ്ങലാകാതിരിക്കാൻ കോൺഗ്രസിനെ നിലനിർത്താൻ കോൺഗ്രസിന് ഇലക്ഷൻ കിട്ടുമെന്നുണ്ടെങ്കിൽ ഇലക്ഷനിൽ ആ കാൻഡിഡേറ്റ് മത്സരിച്ച് ജയിക്കണമെന്നുണ്ടെങ്കിൽ ചില കോംപ്രമൈസുകൾക്ക് തയ്യാറായില്ലെങ്കിൽ അതിഭീകരമായൊരു ദുരന്തത്തിലേക്ക് കോൺഗ്രസ് പ്രസ്ഥാനം പോയി നിൽക്കും. ഇത് നിലമ്പൂരിൽ മാത്രമല്ല, വരാൻ പോകുന്ന സകല ഇലക്ഷനും ബാധിക്കുന്ന തരത്തിലേക്ക് പോവുകയാണ്. ഒരു രാഷ്ട്രീയ ധ്രുവീകരണം വരുന്ന സമയമാണ്. ഇവിടെ ബി ജെ പിയിലെ ഒന്നും വളർച്ച നമ്മൾ കണ്ടില്ല നടക്കാൻ പറ്റില്ല. പണ്ടൊക്കെ ഏതൊക്കെ ഹിന്ദു പ്രസ്ഥാനങ്ങളൊക്കെ വേറിട്ട് നിന്നാലും ബി ജെ പിയൊക്കെ നമുക്കിവിടെ അടിത്തറയുണ്ട്. ആ അടിത്തറ കോൺഗ്രസിനില്ല. മണ്ഡലങ്ങളിൽ ആളില്ല, പ്രവർത്തിക്കാൻ ആളില്ല, പോസ്റ്റർ ഒട്ടിക്കാൻ ആളില്ല. കുറേ നേതാക്കന്മാരുടെ കൂട്ടമായി കോൺഗ്രസ് അധപ്പതിക്കുകയാണ്. ഇതെൻ്റെ ഒരു പഠനത്തിൽ നിന്ന് ഞാൻ പറയുന്നതാണ്. പ്രധാനപ്പെട്ട നമുക്കറിയാവുന്ന ചില രാഷ്ട്രീയ നേതാക്കളുമായിട്ടും കോൺഗ്രസിൽ സജീവമായി നിന്ന പലരുമായിട്ടും സംസാരിക്കുമ്പോൾ കോൺഗ്രസിന് വേണ്ടിയിട്ട് ഇറങ്ങി പ്രവർത്തിച്ചൊരു വീട്ടിൽ പോയി സംസാരിക്കാൻ, ഒരു കൂപ്പൺ കൊടുക്കാൻ പോലും, ഒരു രസീത് കൊടുക്കാൻ പോലും ആളില്ലാത്തൊരവസ്ഥയിലേക്ക് കോൺഗ്രസ് പ്രസ്ഥാനം അധപ്പതിച്ചു എന്നുള്ളത് ഇവിടുത്തെ നേതാക്കന്മാർ മന്ത്രിമാരാകാനും മുഖ്യമന്ത്രിയാകാനും ഒക്കെ ആഗ്രഹിച്ചിരിക്കുന്ന നേതാക്കന്മാർ തിരിച്ചറിയുന്നത് നല്ലതാണ് എന്ന് ഒരു മതവിഭാഗത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവർക്ക് സ്വാധീനമുള്ള മണ്ഡലങ്ങളിൽ അവർക്ക് ഇഷ്ടമെല്ലാം വാരിക്കൊടുത്തുകൊണ്ട് അതൊക്കെ കൊടുക്കാം. കാരണം അവർക്ക് അത്രയും ഒറ്റക്കെട്ടാണ്. ആ സമുദായത്തിനെ സംബന്ധിച്ചിടത്തോളം അവർ 15 പേരെ നിർത്തിയാൽ 14 പേരെയും വിജയിപ്പിച്ചെടുക്കാനുള്ള ശക്തി അവർക്കുണ്ട്. അവരൊറ്റക്കെട്ടാണ്. ആ കെട്ടൊറ്റയാണെന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. പക്ഷെ മറ്റൊരു വിഭാഗത്തിനും അത്തരത്തിലുള്ളൊരു ഒറ്റക്കെട്ടെന്ന് പറയുന്ന വാക്കിനകത്തൊരു ശക്തിയില്ല. അവരെ പിണക്കിക്കൊണ്ട് വി ഡി സതീശൻ കോൺഗ്രസിനെ നന്നാക്കാമെന്ന് വിചാരിച്ചാൽ, കാരണം കാലാകാലങ്ങളായി ആ പിടിയിൽ പെട്ടുപോയി. ആ പിടിയിൽ നിന്ന് നമുക്ക് മോചനമില്ല. CH മുഹമ്മദ് കോയ എന്ന് പറയുന്ന പഴയ മന്ത്രി ഉണ്ടായിരുന്ന കാലത്ത് പോലും അവർക്ക് അതിനകത്തൊരു അവരന്ന് ആൾക്കാരെ ജയിപ്പിച്ചെടുത്തിട്ടുള്ളതാണ്. കെ കരുണാകരൻ്റെ കാലത്തും CH മുഹമ്മദയും കിടങ്ങൂരും ഒക്കെ ഉണ്ടായിരുന്ന കാലത്ത് PJ ജോസഫും AK ആൻ്റണിയും ഒക്കെ ഉണ്ടായ KM മാണിയും ഒക്കെ ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ട് ഒരു ഐക്യമുന്നണി ഉണ്ടായിരുന്ന കാലത്തെ സ്ഥിതിയല്ല ഇന്ന്. അപ്പോൾ അതുകൊണ്ട് നിലമ്പൂർ എന്ന് പറയുന്ന സ്ഥലത്ത് PV അൻവർ എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവ് ഉണ്ടാക്കിയ ഈ ഇലക്ഷൻ അദ്ദേഹം ജനത്തിൻ്റെ അടിത്തറയിലേക്ക് എന്തായാലും പ്രിയപ്പെട്ടവനാണ്. അദ്ദേഹത്തിനെ ഒഴിവാക്കിക്കൊണ്ട് ഇന്നലെ ഞാൻ ഈ വീഡിയോ കഴിഞ്ഞ ശേഷം പലരും എന്നെ വിളിച്ചു, ശരിയാണെന്നും തെറ്റാണെന്നും ഒക്കെ പറഞ്ഞവരുമാണ്. പക്ഷേ ഭൂരിഭാഗവും താങ്കൾ പറഞ്ഞത് ശരിയാണ്, അവിടെ അൻവറിനെ ഒഴിവാക്കാൻ പറ്റും. ഒഴിവാക്കിക്കൊണ്ടൊരു കളി നടക്കില്ല. പൂർണ്ണമായി അദ്ദേഹത്തെ ഒഴിവാക്കി കഴിഞ്ഞാൽ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് നാശം സംഭവിക്കും എന്നുള്ള കാര്യത്തിനകത്ത് യാതൊരു സംശയമില്ലെന്ന് എനിക്ക് ഇന്നലത്തെ ആൾക്കാരുടെ ഫോൺ വിളിയിൽ നിന്ന് തന്നെ മനസ്സിലായി. അപ്പോൾ വി ഡി സതീശൻ എന്ന് പറയുന്ന വ്യക്തി, പ്രതിപക്ഷ നേതാവ്, കുറച്ചുകൂടെ മയത്തിൽ നമ്മുടെ ഇതുപോലുള്ള വാർത്തകളൊക്കെ തന്നെ മാനസാന്തരത്തിൽ മാറ്റങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ പ്രത്യേക ഒരു രാഷ്ട്രീയ പാർട്ടിയോടും ആഭിമുഖ്യമില്ലാത്ത എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പഠിച്ചിട്ടാണ് ഇത്തരം കാര്യങ്ങൾ പറയാൻ ശ്രമിക്കുന്നത്. താങ്കൾ ഒന്നുകൂടി ചിന്തിക്കണം. ചിന്തിച്ചില്ലെങ്കിൽ താങ്കളെ കുരിശിലേറ്റപ്പെടും. ഈ കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ നിൽക്കുന്നവരെ തന്നെ താങ്കളെ തള്ളിപ്പറയും.
ഈ പരാജയത്തിൻ്റെ വിജയിക്കട്ടെ, വിജയിക്കാൻ ശ്രമിക്കുക. എല്ലാ കാൻഡിഡേറ്റും വിജയിക്കാൻ വേണ്ടിയിട്ടാണല്ലോ നിൽക്കുന്നത്, ഇലക്ഷന് നിൽക്കുന്നത്, പ്രസ്ഥാനത്തിന് വേണ്ടി നിൽക്കുന്നതും ഒക്കെ തന്നെ അധികാരത്തിന് വേണ്ടിയിട്ടാണല്ലോ. ആ അധികാരം നഷ്ടപ്പെടാതിരിക്കട്ടെ. പക്ഷെ താങ്കൾക്ക് പറ്റുന്ന പിഴവുകൾ താങ്കൾ തിരിച്ചറിയണം. ഒരു യൂട്യൂബ് ചാനലുകാരും അനുകൂലമായി പറഞ്ഞതുകൊണ്ടൊന്നും ഇവിടെ ഒന്നും മാറ്റങ്ങൾ സംഭവിക്കില്ല. മനുഷ്യൻ്റെ മനസ്സ് മാറണമെങ്കിൽ അവനുമായിട്ട് ബന്ധപ്പെട്ടുള്ള അവൻ്റെ കാഴ്ചപ്പാടുകൾക്കും അവൻ്റെ അനുഭവങ്ങൾക്കും മാറ്റം ഉണ്ടാകണം. അതുകൊണ്ട് കോൺഗ്രസ് ഇന്നിപ്പോൾ സമയം കഴിഞ്ഞു എന്ന് എനിക്കറിയില്ല. PV അൻവർ മത്സരിച്ചാൽ കോൺഗ്രസിൻ്റെ നില പരുങ്ങലാകും എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. പ്രത്യേകിച്ച് രാഷ്ട്രീയത്തോടും രാഷ്ട്രീയക്കാരോടും എനിക്ക് യാതൊരു പ്രത്യേകിച്ച് പകയോ വിദ്വേഷമോ ഒന്നുമില്ല. എല്ലാവർക്കും സന്തോഷകരമായിട്ടുള്ള ഒരു സാന്നിധ്യം ആരാന്ന് വെച്ചാൽ ഉണ്ടാകട്ടെ. പക്ഷേ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് നാശമുണ്ടാകാതിരിക്കാനും ഒരു വ്യക്തി എന്നുള്ള നിലയിൽ താങ്കളുടെ നിയമസഭയിലെ പ്രകടനങ്ങളൊക്കെ അനുമോദിക്കാനൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, വളരെ നല്ലതാണ്. പക്ഷേ താങ്കൾക്ക് എവിടെയോ പിഴവ് പറ്റുന്നു, ഇല്ലെങ്കിൽ താങ്കൾ ഒറ്റപ്പെടുന്നു, ഇല്ലെങ്കിൽ താങ്കളുടെ ധിക്കാരപരമായിട്ടുള്ളതെന്ന് തോന്നിപ്പിക്കുന്ന പ്രസംഗങ്ങളും താങ്കളുടെ ധാർഷ്ട്യത്തോടുള്ള പെരുമാറ്റവും മറ്റുള്ളവരുടെ വളർച്ചയെ തളർത്തുന്നു. അവരും പിടിച്ചു നിന്നിട്ടുള്ളതാണ്. അവരും കോൺഗ്രസിൻ്റെ അകത്ത് നിന്ന് വളർന്നു വന്നവരാണ്. താങ്കൾ കുറച്ച് പിന്നിൽ നിന്ന് മുമ്പിലോട്ട് കയറി വന്ന ആളാണ്. താങ്കളുടെയുള്ള ധാർഷ്ട്യത്തിലുള്ള പെരുമാറ്റം, ഇല്ലെങ്കിൽ ഈ വാർത്തകൾ സൃഷ്ടിക്കുമ്പോൾ ഉള്ള താങ്കളുടെ ചില രീതികൾ, ഇതൊക്കെ തന്നെ കോൺഗ്രസിനകത്തുണ്ടാകുന്ന വലിയൊരു പ്രളയമാണ്. ആ പ്രളയത്തിൽ താങ്കൾ മുങ്ങിപ്പോകാതിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഇത് VD സതീശൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവിന് വേണ്ടിയിട്ടുള്ള ഒരു ഉപദേശമായിട്ടെടുത്താലും നമുക്ക് തെറ്റില്ല. അതുകൊണ്ട് താങ്കൾ ഒരിക്കൽ കൂടി ചിന്തിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.